95ഓളം ബാലസാഹിത്യ കൃതികളുടെ രചയിതാവായ ശ്രീ സത്യനാരായണപിള്ളയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന് 94 വയസ്സായി. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ച ശേഷവും 30 വർഷത്തോളമായിട്ട് പൂർണ്ണമായിട്ടും സാഹിത്യത്തിന് വേണ്ടിയും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും മാറ്റിവെച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ അഭിമുഖത്തിലേക്ക് ശ്രീ സത്യനാരായണപിള്ളയെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. എന്ത് പറയുന്നു ഇത്രയും നാളത്തെ സാഹിത്യ ജീവിതത്തെ കുറിച്ചിട്ട് മൊത്തത്തിലൊരു അഭിപ്രായം? സാഹിത്യ ജീവിതം ഉള്ളതുകൊണ്ടാണ് ജീവിക്കുന്നത്. അതിന് ആത്മഹത്യ ചെയ്യും. അതിന് മാത്രമേ ശാരീരിക പ്രശ്നങ്ങൾ മറ്റുള്ളൂ. സാഹിത്യമാണ് ഇപ്പൊ ജീവിക്കാനൊരു പ്രചോദനം. നേരെ പ്രശ്നം നടുവേദന കാലുവേദന അവിടെയൊക്കെ മരുന്ന് ജീവിക്കുന്നത്. അപ്പൊ ഇത് കണ്ണൂർ പോകണമെന്ന് എഴുതിക്കൊണ്ടിരുന്നൊക്കെ മറക്കും. വേദന അറിയില്ല. സാഹിത്യത്തിലേക്ക് വരാനുണ്ടായിട്ടുള്ള ഒരു കാരണം എന്താണ്? കാരണം ചെറുപ്പത്തിലോടെ എഴുതാനുള്ള കാര്യത്തിൽ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കുന്നു. അന്ന് സ്കൂളിലെ പുസ്തകം കൂടാതെ കാട്ടിലെ സകല പുസ്തകങ്ങൾ വളരെയാണ്. മുല്ലശ്ശേരിയുടെ സെക്കൻഡറിൻ്റെ പുസ്തകം ജവഹർസുമാരൻ്റെ പുസ്തകം വായിച്ചിട്ട് പുള്ളിയുടെ അഡ്രസ്സ് കിട്ടി. പുള്ളിക്ക് കത്തയിൽ ഞാനിന്ന് കഥ എഴുതുന്ന ആളാണെന്ന്. അപ്പം മനോഹരമായിട്ടൊരു മറുപടി അതിൽ കാർഡിൽ സുന്ദരമായ കൈവേഷം. അതിനുശേഷം ഞാൻ കാർഡിലേ എഴുതുള്ളൂ. എഴുതി കഴിഞ്ഞിട്ട് കാർഡിലെന്തായിരുന്നു ഉള്ളടക്കം? എന്തായിരുന്നു ഉള്ളടക്കം? കഥ അയച്ചുകൊണ്ട് പബ്ലിഷ് ചെയ്യുന്നതാണ്. കഥ അയച്ചു കൊടുത്തു. അതിൻ്റെ ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഒരു സോണുണ്ട്. അത് മഹർഷി വേണ്ടി അമ്പത് കൊടുത്തു. എൻ്റെ കഥയായിട്ട് പബ്ലിഷ് ചെയ്യുന്ന കാര്യമായിട്ട്. ആ കഥയുടെ പേര് ഓർമ്മയുണ്ടാവും? ഇരുമ്പ് മറക്കില്ലേ? ഇരുമ്പ് മറക്കുള്ളൂ. ഇപ്പോഴും ഞാൻ ഇരുമ്പ് മറക്കുള്ളിൽ ഏറ്റവും അത് ബാലസാഹിത്യം തന്നെയായിരുന്നു. അദ്ദേഹം ബാലസാഹിത്യം എഴുതിട്ടു. തുടക്കം പോലെ ഇത്രയും നാളായിട്ടും ബാലസാഹിത്യം അല്ലാതെ ഒന്നും എഴുതിയിട്ടില്ലേ? അല്ല, തുടക്കം തുടങ്ങി ചെറിയ കഥകളൊക്കെ എഴുതുന്നത്. ഇന്ന് ബാലസാഹിത്യം ആയി മാറിയത്. പിന്നെ എന്ത് എഴുതിയാലും ബാലസാഹിത്യത്തിലേക്ക് വന്നു. ഇത് കഥ എഴുതിയാലും അതിൻ്റെ അടുത്ത് പോയത് കഥയ്ക്ക് അറിയും. അതിനൊരു കഥയുണ്ടാവും, ഒരു കാര്യവും. ആദ്യം പ്രസിദ്ധീകരിച്ച ബാലസാഹിത്യ കൃതി ഏതാ? അമ്മൂമ്മയുടെ കോഴി. അമ്മൂമ്മയുടെ കോഴി. അതെത്ര തവണ പ്രസിദ്ധീകരിച്ചു? അമ്മൂമ്മയുടെ കോഴി ഒരുപാട് ഇതായിട്ടുണ്ട്. അതൊക്കെ ജനതാ പുസ്തകമാണ് പബ്ലിഷ് ചെയ്തത്. ജനതാ പുസ്തകം 4 പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തു. എൻ്റെ നാട്ടുകാരനാണ് ഡൊമീഷ്യൻ മണിയൻ. പിന്നെ അവരാച്ചൻ എന്നൊരാളാണ് എൻ്റെ പബ്ലിക്കേഷൻ്റെ ചാനൽ. പുള്ളിയായിട്ട് പരിചയപ്പെട്ടു. ന്യായമായിട്ട് റോയൽറ്റിയിൽ നിന്നും പൈസ. 85 പുസ്തകങ്ങളായല്ലോ അപ്പം. അത് 100 ആക്കാനുള്ള എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടോ? അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും എഴുതിക്കൊണ്ടിരിക്കണം. ആരെങ്കിലും കൊടുക്കും, പബ്ലിഷ് ചെയ്യും. ഇങ്ങനെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ച് കഴിയുമ്പോൾ വായനക്കാരുടെ ഇടയിൽ നിന്നും ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ നേരിട്ട് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? വായനക്കാരിപ്പം നാട്ടിലെ ആരും എഴുത്തുകാരനായിട്ട് കാണുന്നില്ല. ഞാൻ പറഞ്ഞ എവിടെയെങ്കിലും ചെന്നിട്ട് പുസ്തകം എത്തിയാണ് ഈ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. സാഹിത്യം കൂടാതെ സാമൂഹ്യ പ്രവർത്തനങ്ങളും സജീവമാണല്ലോ. അതെന്തൊക്കെയുണ്ട്? SNDPയുടെ കുടുംബയോഗത്തിന് അതായത് ഇവര് പറഞ്ഞിരിക്കുന്നത് വിദ്യ കൊണ്ട് സ്വതന്ത്രരാണ്. വിദ്യ കൊണ്ട് സ്വതന്ത്രരാണ് എന്തത് പഠിക്കുന്നത്. പഠിച്ചതേയില്ല. ജീവിത അവസാനം വരെ പഠിക്കണം. ഇപ്പോഴും പഠനമുണ്ടോ? ഇപ്പോഴും പഠനമുണ്ട്.